വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയതിനെ ചൊല്ലി വിവാദം. സമൂഹമാധ്യമങ്ങളിൽ ട്രോളായതിനു പിന്നാലെ പരിഭാഷകനെ നിശ്ചയിച്ചത് സംസ്ഥാന സർക്കാരെന്ന് ചൂണ്ടിക്കാട്ടി ബിജെപി രംഗത്തെത്തി. അല്ല, ഇത് ബിജെപി ഏർപ്പെടുത്തിയതല്ല. ഇതൊരു സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയായിരുന്നു. സംസ്ഥാന സർക്കാരാണ് ഇതിന്റെ ഓർഗനൈസേഷൻ ഭാഗങ്ങൾ ചെയ്തത്. എന്തായാലും കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കുമ്പോൾ പ്രധാനമന്ത്രി കേരളത്തെ പ്രശംസിച്ചും കേരളത്തിലെ വികസനത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞ ആ മനോഹരവും അതോടൊപ്പം തന്നെ അഭിമാനകരവുമായിട്ടുള്ള പദങ്ങൾ അത് തനി മലയാളത്തിൽ ഏതൊരു മലയാളിക്കും മനസ്സിലാവുന്ന രീതിയിൽ മലയാള ഭാഷയുടെ പെരുമ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് അവതരിപ്പിക്കാമായിരുന്നു. അതിൽ കുറച്ച് അപാകം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു അഭിപ്രായമുണ്ട്. വിമർശനം നടത്തിയ പള്ളിപ്പുറം ജയകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇത് ആദ്യ തവണയല്ല പ്രധാനമന്ത്രിക്ക് വിമർശനം ചെയ്യുന്നത്. ഇന്ന് എന്താണ് സംഭവിച്ചത്? ഇന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എനിക്ക് സ്ക്രിപ്റ്റ്, അദ്ദേഹം ഒരു ഷെഡ്യൂൾഡ് സ്ക്രിപ്റ്റ് തന്നിരുന്നു. പ്രധാനമന്ത്രി എത്തുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ SPGയിൽ ഉള്ള ഒരു പറഞ്ഞു, അദ്ദേഹം പല സ്ഥലങ്ങളിലും ഇത് കൂടാതെ കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട്, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് ഇതിനു മുമ്പും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഞാനത് ചെയ്തിട്ടുണ്ട്. സർക്കാരാണോ താങ്കൾ ആരാണ്? ഇത് വെറുതെ ഞാൻ വളരെ കാലം കൊണ്ട് പ്രധാനമന്ത്രിയുടെ, അദ്ദേഹം 2014 വന്ന കാലം മുതലും ധാരാളം ഇദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യും, വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനത്തിന് വന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യും, ഇദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യും, ഡൽഹി പോയി അദ്ദേഹത്തെ കാണുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്കൊരു അവസരം എന്നെ തേടി വന്നതാണ്. ഒരു രാഷ്ട്രീയം പറയുന്നത് അതിനകത്ത് രാഷ്ട്രീയം എന്താണ് താങ്കൾ? അല്ല, എനിക്ക് വേറെ പ്രശ്നമില്ല. ഞാൻ 5 വയസ്സ് മുതൽ BJPയുടെ അനുഭവിയാണ്. സർക്കാർ സർവീസിലായിരുന്നതുകൊണ്ട് ഞാൻ പരസ്യമായ പ്രവർത്തനം ഇല്ലെങ്കിലും ഞാൻ വ്യക്തമായി BJP അനുഭവം, റിട്ടയർഡ് ആയതിനു ശേഷം വ്യക്തമായ രാഷ്ട്രീയ ചായ്വുള്ള ആളാണ്. മോദിജിയുടെ ആരാധകനാണ്. അതാണ് എൻ്റെ ഒരു പ്രധാന കാര്യം. അതുകൊണ്ടാണ് ഞാനിതിന്, അല്ലാതെ ഇതിനകത്തൊരു വലിയ സാമ്പത്തിക ഇതൊന്നും ഉള്ളത് കൊണ്ടല്ല, അദ്ദേഹത്തൊന്ന് കാണാനും അദ്ദേഹത്തോടൊപ്പം വേദി പങ്കെടുക്കാനുള്ള ഒരു വേദി എന്നുള്ള നിലയിലാണ് ഇതിൽ പങ്കെടുത്തത്. എങ്കിലും ഒരു രാഷ്ട്ര നേതാവിൻ്റെ ഒരു പ്രസംഗത്തിന് പിന്നെ ഒരു തെറ്റ് വരുത്താൻ പാടില്ല. ഇപ്പം എങ്ങനെ ഇരിക്കണം?